നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ലോ ആണ്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ ലോയുടെ സ്റ്റേ സുപ്രീം കോടതി റിഫ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഇത് ന്യൂസിൽ വരുന്നത്. അപ്പോൾ മുൻപുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മീഷണർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട് 1991 ആണ്. ഇതിനെ റീപ്ലേസ് ചെയ്ത് 2023 വന്ന ലോ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 എന്ന് പറയുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് പ്രസിഡന്റ് ഇത് ചെയ്യുന്നത്. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഫ്രം ലോക്സഭ. നെക്സ്റ്റ് TB മുക്ത് ഭാരത് സ്കീം. 2022 നിന്ന് 2023 വന്നപ്പോൾ 13% ട്യൂബർകുലോസിന്റെ റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ 2023 25.37 ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് TB മുക്ത് ഭാരത് സ്കീം വന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. കൺട്രിയിൽ 2025 ആകുമ്പോഴത്തേക്കും TBയുടെ എലിമിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പേഷ്യൻസിനോട് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുക, ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ TB എലിമിനേറ്റ് ചെയ്ത് 2025 ആ ഒരു സ്കീം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കുക, അതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തും. നെക്സ്റ്റ് 30 മീറ്റർ ടെലസ്കോപ്പ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഒരു ടീം മൗന കീ ഐലൻഡ്, ഹവായിലുള്ള ഒരു ഐലൻഡ് ആണ്, അവിടെ വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ഇത് 30 മീറ്റർ ടെലസ്കോപ്പ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ 30 മീറ്റർ ടെലസ്കോപ്പ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പാർട്ണർഷിപ്പ് ആണ്. USA, കാനഡ, ജപ്പാൻ, ചൈന ആൻഡ് ഇന്ത്യ. 5 രാജ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് വിസിബിൾ ലൈറ്റ് ടെലസ്കോപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ലക്ഷ്യം. അപ്പൊ 30 മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മിററിന്റെ ഡയാമീറ്റർ ആണ്. ഈ 30 മീറ്റർ ഒരു 492 ഗ്ലാസ് സെഗ്മെന്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാർജസ്റ്റ് വിസിബിൾ ലൈറ്റ് ടെലിസ്കോപ്പിനേക്കാളും 3 ടൈംസ് ലാർജർ ആണ് 30 മീറ്റർ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്പേസിലേക്കുള്ള ഒരു ഡീപ്പ് എക്സ്പ്ലോറേഷൻ അലോ ചെയ്യും. അതുപോലെ കോസ്മിക് ഒബ്ജക്ട്സിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇതിന് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് മൗന കിയ ഐലൻഡ് ആണ്, ഹവായിലാണ്, US-ൽ. നെക്സ്റ്റ് മൈ ഭാരത് പ്ലാറ്റ്ഫോം. അപ്പം മൈ ഭാരത് പ്ലാറ്റ്ഫോമിന് മറ്റൊരു പേര് മേരാ യുവ ഭാരത് എന്നുള്ളതാണ്. ഇത് യൂത്തിന് ഗവൺമെന്റ് പ്രോഗ്രാംസിൽ ആക്റ്റീവ് റോള് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പദ്ധതിയാണ്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഇത് അനൗൺസ് ചെയ്തത് October 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. അപ്പൊ ഇന്ത്യൻ യൂത്തിൽ സോഷ്യൽ മൊബിലിറ്റിയും എഡ്യൂക്കേഷണൽ എക്റ്റിവിറ്റിയും പ്രാക്ടിക്കൽ സ്കിൽസ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. നെക്സ്റ്റ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, EPFO. EPFO എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് വരുന്നത്. ഇത് എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ട് മാനേജ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ EPFO ഒരു മാൻഡേറ്ററി പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ബേസിക് പെൻഷൻ സ്കീമിനും ഡിസബിലിറ്റി അതുപോലെ ഡെത്ത് ഇൻഷുറൻസ് സ്കീമിനൊക്കെ. ഇത് കൂടാതെ മറ്റ് കൺട്രീസിലെ സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ്സിനെ മാനേജ് ചെയ്യുന്നതും EPFO ആണ്. നെക്സ്റ്റ് കെൻ ബത്വ പ്രൊജക്ട്. കെൻ ബത്വ ലിങ്ക് പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട് ആണ്. മധ്യപ്രദേശിലെ കെൻ റിവറും ഉത്തർപ്രദേശിലെ ബത്വ റിവറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇത് ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ബന്ദൽഖണ്ഡ് റീജിയനെ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്ന ഒരു പ്രൊജക്ട് ആണ്. അപ്പൊ ഈ റീജിയൻ രണ്ട് സ്റ്റേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യാണ്. ഉത്തർപ്രദേശിലെ ഝാൻസി, ബാന്ത, ലളിത്പൂർ, മഹോബ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, അതുപോലെ മധ്യപ്രദേശിലെ തിക്മഘർ, പന്ന, ഛത്തർപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്. ഈ പറയുന്ന 2 സ്റ്റേറ്റിലെ ഇത്രയും ഡിസ്ട്രിക്ട്സിനെയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇറിഗേഷൻ മാത്രമല്ല, 103 മെഗാവാൾട്ടിന്റെ ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റും കൂടാതെ 62 ലക്ഷം ആളുകൾക്ക് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതും ഇതിന്റെ കൂടെ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് IAF ടു ഓർഗനൈസ് ഏരിയൽ ഡിസ്പ്ലേ ഇൻ മുംബൈ ഫ്രം 12th to 14th January 2024. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഡീപ്പാക്കാൻ വേണ്ടിയിട്ടും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇങ്ങനെ ഒരു ഏരിയൽ ഡിസ്പ്ലേ നടത്തുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേക്കകത്ത് ഇവരുടെ എയർക്രാഫ്റ്റ് എല്ലാം ഷോക്കേസ് ചെയ്യുന്നുണ്ട്.
സ്കിൽസും കാപ്പബിലിറ്റീസും പ്രൊഫഷണലിസും ഒക്കെ ഇവർ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇവന്റ് രണ്ട് ടീമായിട്ടാണ്, അതായത് സൂര്യകിരൺ എയറോബാറ്റിക് ഡിസ്പ്ലേ ടീമും ഉണ്ട്, സാരംഗ് ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമും ഉണ്ട്. അപ്പൊ ഈ ഇവന്റിനകത്ത് ഒരുപാട് എയറോബാറ്റിക് ഡിസ്പ്ലേസ് നടക്കുന്നുണ്ട്. ഇപ്പൊ SU-30 MKI അതൊരു ലോ ലെവൽ എയറോബാറ്റിക് ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ പാരച്യൂട്ട് ഡിസ്പ്ലേസ് വരുന്നുണ്ട് ആകാശഗംഗ ടീമിന്റെ. അതുപോലെ C-130 എയർക്രാഫ്റ്റ് ഒക്കെ ഇവര് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. HPV എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇതാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോ സെർവിക്കൽ ക്യാൻസർ റിഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ ആണ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഈ ഇയറിന്റെ സെക്കൻഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഇത് നടപ്പിലാക്കപ്പെടും. അപ്പൊ ഇവിടെ 9 ഇയേഴ്സിനും 14 ഇയേഴ്സിനും ഇടയിലുള്ള ഗേൾസിനാണ് ഈ ഒരു വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 3 ഫേസിലായിട്ട് ഫ്രീ ആയിട്ടാണ് ഗവൺമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് കാച്ചപ്പ് ചെയ്തതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് HPV വാക്സിൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റൊട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതായത് എല്ലാ 9 ഇയർ ഓൾഡ് ഗേൾസിനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇന്ത്യസ് ഓൾഡസ്റ്റ് ലിവിംഗ് സിറ്റി ഫൗണ്ട് ഇൻ വത്നഗർ. അപ്പൊ വത്നഗർ എന്ന് പറയുന്നത് പ്രസന്റ് ഡേ ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഒരു 5 പ്രോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റഡിയിൽ നിന്ന് ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റിയുടെ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു 800 BC യോളം ഓൾഡ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ ലേറ്റ് വേദിക് അല്ലെങ്കിൽ പ്രീ ബുദ്ധിസ്റ്റ് മഹാജനപദയുടെ ഒരു കണ്ടംപററി ആയിട്ട് വരുന്ന ഒരു സിവിലൈസേഷൻ ആണ്. ഇവിടെ മൾട്ടി കൾച്ചറൽ അതുപോലെ മൾട്ടി റിലീജിയൻ സെറ്റിൽമെന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ബുദ്ധിസ്റ്റ്, ഹിന്ദു, ജെയിൻ, ഇസ്ലാമിക് എല്ലാ രീതിയിലുള്ള റിലീജിയൻസും അവിടെ അതിന്റെ എല്ലാ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡീപ് ട്രെഞ്ചസിലൊക്കെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരു 7 കൾച്ചറൽ സ്റ്റേജസ് അല്ലെങ്കിൽ പീരീഡ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് മൗര്യൻ, ഇൻഡോ ഗ്രീക്ക്, ഇൻഡോസൈറ്റിയൻ, ശാക, ക്ഷത്രപാസ്, ഇതിന്റെ എല്ലാത്തിന്റെയും എവിഡൻസ് നമുക്ക് ഈ വത്നഗറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ചേഞ്ചിങ് എൻവയോൺമെന്റ് കോസ്ഡ് ദ ഡിമൈസ് ഓഫ് ലാർജസ്റ്റ് പ്രൈമേറ്റ്. അപ്പോ കിഗാൻഡോപിത്തക്കസ് ബ്ലാക്കി എന്ന് പറയുന്നത് നമ്മുടെ ലാർജസ്റ്റ് പ്രൈമേറ്റ് ആയിട്ട് വേൾഡിലെ എർത്തിലെ ലാർജസ്റ്റ് പ്രൈമേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ചൈനയിലെ 2 million to 330,000 ഇയേഴ്സ് എഗോ ആണ് ഇത് ജീവിച്ചിരുന്നത്. എക്സ്റ്റിങ്ക്ട് ആയി പോയി. ഇതിന്റെ എക്സ്റ്റിങ്ഷന് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്ന ചേഞ്ച് ആണെന്ന് സ്റ്റഡീസ് തെളിയിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു 3 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്, 200 to 300 kg വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ലാർജസ്റ്റ് പ്രൈമേറ്റ് ഓൺ എർത്ത് ആയിട്ട് കണക്കാവുന്നത്. പ്രൈമേറ്റ് എന്ന് പറയുന്നത് ഈ എയ്പ്സിന്റെ ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഫോസിൽ സ്റ്റഡി ചെയ്തപ്പോ ഇത് എക്സ്റ്റിങ്ക്ട് ആവാനായ സമയത്ത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കുറഞ്ഞായിരുന്നു. ഇതിന്റെ ജോഗ്രഫിക്കൽ റേഞ്ച് വളരെയധികം റിഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആണ് ഇതിന്റെ ഒരു എണ്ണം കുറഞ്ഞു വന്നതെന്നുള്ളത്. നെക്സ്റ്റ്, മസിൽ എനർജി ഡിപ്ലീഷൻ ലിങ്ക്ഡ് ടു ലോങ് കോവിഡ്. അപ്പോ ലോങ് കോവിഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളിൽ മസിൽസിന്റെ എനർജി ഡിപ്ലീറ്റ് ആയി പോകുന്നതായിട്ട് സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മസിൽ സെൽസിലേക്ക് മൈറ്റോകോൺഡ്രിയയിൽ നിന്ന് കൃത്യമായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടാത്തത് കൊണ്ടാണ് മസിൽസിന് ടയർഡ്നെസ് ഉണ്ടാവുന്നതും മസിൽ എനർജി ഡിപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോ എനർജി അവൈലബിലിറ്റിയുടെ പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.